സാങ്കേതിക ക്രമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ തന്നെ ദുരിതാശ്വാസ തുക കിട്ടുന്നത് വൈകുന്നത് സാധാരണക്കാരായിട്ടുള്ള താങ്കളുടെ അടക്കം പ്രസ്താവന, അതായത് കേവലം 3 പഞ്ചായത്തിലെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ എന്ന രീതിയിലുള്ള പ്രസ്താവനയ്ക്ക് അവർ പറയുന്നത് നമ്മൾക്ക് സഹായം കിട്ടാൻ ഇനിയും വൈകും, അല്ലെങ്കിൽ അത് കിട്ടില്ല എന്നുള്ളതിന്റെ സൂചനകളായിട്ട്. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ടിങ്കു ബിസ്വാൾ എന്തിനാ എഴുതിയത്? ഞങ്ങളുടെ പഞ്ചായത്തിലെ മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലാണ് ദുരന്തം ഉണ്ടായതെന്ന്. എന്തിനാ റിയാസും സിദ്ദിഖും കൂടി വയനാട് മുഴുവൻ ദുരന്തമൊന്നുമില്ല, ആകെ 3 വാർഡേ ഉള്ളൂ എന്ന് പറയുന്നത്? അവർ പറഞ്ഞതിനല്ലേ ഞാൻ ആവർത്തിച്ചിട്ടുള്ളത്. ഞാൻ ആവർത്തിക്കുമ്പോൾ അത് നിസ്സാരവൽക്കരിക്കരുത്, അവർ പറയുമ്പോൾ അത് വസ്തുത. അതെങ്ങനെയാവുക? ഞാൻ ദുരന്തബാധിതരൊന്നും പറയുന്നില്ല. ഇത് CPM-ന്റെ നെറേറ്റീവാണ്. ദുരന്തബാധിതരോട് എന്തെങ്കിലും ഒരു സഹതാപം ഉണ്ടായിരുന്നെങ്കിൽ കേരള ഗവൺമെൻറ് 4 മാസം വൈകിപ്പിക്കരുതായിരുന്നു, 1 മാസം കൊണ്ട് ഈ പണി തീർക്കണമായിരുന്നു. ദുരന്തബാധിതരോട് നിങ്ങൾക്കൊരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര വൈകിപ്പിച്ചത്. നിങ്ങളുടെ താല്പര്യമില്ലായ്മയല്ലേ കാണിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ശുഷ്കാന്തിയില്ലായ്മയും ദുരന്തത്തിന് ഇരയായിട്ടുള്ള ആളുകളോട് ഒരു താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവർ ഇത്തിരി താമസിപ്പിച്ചത്. ഒന്നുകിൽ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് പ്രചരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ചെയ്തത്. രണ്ടിലൊന്നാണ്. ഇതിലേതാണെന്ന് പറയണം. ഒരു നാടിൻ്റെ മുഴുവൻ ദുരന്തം എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് പറഞ്ഞു. ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഒരു നാട് മുഴുവൻ എന്ന് കേൾക്കുന്ന ആളുകൾ വയനാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് ധരിക്കും. അങ്ങനെ ധരിക്കാൻ പാടില്ലല്ലോ. മാത്രമല്ല, ഇത് ഞാൻ പറയുന്നത് അതിനു മുൻപ് പറഞ്ഞിട്ടുള്ള ആളുകളുടെ പ്രസ്താവനയാണ് ഞാൻ എടുത്ത് വീണ്ടും ഉപയോഗിച്ചത്. എനിക്ക് മുൻപാണ് പറഞ്ഞത്. ആദ്യം തന്നെ റിയാസും സിദ്ദിഖും പറഞ്ഞു. പിന്നെ ടിങ്കു ബിസ്വാൾ കത്തെഴുതി. എൻ്റെ കയ്യിൽ കത്തുണ്ട്, കോപ്പി. ടിങ്കു ബിസ്വാൾ കത്തെഴുതിയത് ഈ 3 വാർഡുകളിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അല്ല, അവരും പറഞ്ഞില്ലെന്ന്. അപ്പോൾ ഈ വയനാട് മുഴുവൻ ഒലിച്ചു പോയെന്ന് പറയുന്നത് തെറ്റാണെന്ന് മന്ത്രി പറയുമ്പോൾ അത് പറയുന്നത് തെറ്റല്ല, ഞാൻ പറയുമ്പോൾ തെറ്റാണെന്നാ? ഇത് ഈ പഴയൊരു ചൊല്ലുണ്ടല്ലോ, എന്താ ഞാൻ ഇട്ടാ ബർമുഡ നിങ്ങൾ ഇട്ടാ വള്ളിക്കളസെന്ന്. അതുപോലെയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ബർമുഡയാണ്, നിങ്ങൾ ഇട്ടാ അല്ല അത് വള്ളിക്കളസം ഇട്ടിരിക്കുന്നു. സംഘടനപരമായി ഇന്ന് ഇത് BJP-യുടെ 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പുനഃസംഘടന. ആ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം 21-നോ 22-നോ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ബൂത്ത് തലത്തിലുള്ള സംഘടനാ സംവിധാനത്തിൻ്റെ സംബന്ധിച്ചിട്ടുള്ള യോഗമാണ് കഴിഞ്ഞ മാസം നടന്നത്. ബൂത്തിന് മുകളിൽ നിയോജക മണ്ഡലം തൊട്ട് മുകളിലോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തു. ഇന്ന് യോഗം കഴിഞ്ഞാലേ അറിയും. യോഗത്തിൻ്റെ അജണ്ട ഞാനല്ലല്ലോ, ഞാനവിടെ പങ്കെടുക്കാൻ പോകുന്നതാണ്. അത് ദേശീയ അധ്യക്ഷൻ. അപ്പോൾ അന്നെന്തായിരുന്നു അവർ രാജിവെക്കണം എന്ന് പറയാൻ കാരണം? യെച്ചൂരിയാണ് അന്ന് വാശി പിടിച്ചതെന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. യെച്ചൂരി ഇല്ലാത്തത് കൊണ്ട് CPM-ന്റെ നയം മാറിയെന്നാണ്. എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അധികാരം മാത്രമേ താല്പര്യമുള്ളൂ, യെച്ചൂരിക്ക് മാത്രമേ ധാർമ്മികത ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. യെച്ചൂരിയുടെ മരണത്തോടുകൂടി CPM-ന്റെ ധാർമ്മികത അവസാനിച്ചോ? ധാർമ്മികതയാണല്ലോ അന്ന് പറഞ്ഞത്. ഒരു മന്ത്രി, ഭരണഘടനയെ അവഹേളിക്കുന്ന ഒരു മന്ത്രി, ആ മന്ത്രി ഭരണത്തിൽ തുടരാൻ എന്നത് ശരിയല്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിട്ടാണ് അന്നും രാജിവെച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു പോലീസിനെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിപ്പിച്ചത്. ആ പോലീസിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച റിപ്പോർട്ട്, ഈ റിപ്പോർട്ടുകൾ പോലീസിനെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് കോടതി പറഞ്ഞതിനപ്പുറം കേരള പോലീസിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, ഇതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് വേറെ കിട്ടാനില്ലല്ലോ. കേരളത്തിലെ പോലീസ് CPM നേതൃത്വം പറയുന്നതിനനുസരിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ആളുകളാണെന്നല്ലേ എൻ്റെ അർത്ഥം. ഈ ഒരു കുറ്റാന്വേഷണത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക മന്ത്രിമാർക്ക് ആവശ്യമുള്ള രീതിയിൽ. അതുകൊണ്ടാണല്ലോ ക്രൈംബ്രാഞ്ച്. പക്ഷേ ഞാനതുകൊണ്ട് പറയുന്നത് ക്രൈംബ്രാഞ്ചും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരാൾ ഏട്ടനാണ്, മറ്റേ അനിയനാണെന്നേ ഉള്ളൂ. അപ്പോൾ ആ ക്രൈംബ്രാഞ്ചും ഇത് തന്നെ കാണിക്കാതിരിക്കാൻ കോടതി പ്രത്യേകം മുൻകരുതലെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
മഹാരാഷ്ട്രയുടെ മുഴുവൻ ചുമതലയല്ല, മഹാരാഷ്ട്രയിൽ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് മഹാരാഷ്ട്രയിൽ ചില ഭാഗങ്ങളുടെ ചുമതല ഉണ്ടായിരുന്നു, ചില പ്രത്യേക പ്രവർത്തനങ്ങളുടെ ചുമതല ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ BJP, ശിവസേന, NCP സഖ്യം ഭരണത്തിൽ വീണ്ടും ഭൂരിപക്ഷം നേടി തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വില. കേരളത്തിലേക്ക് വരുമ്പം പാലക്കാട് തീർച്ചയായിട്ടും വിജയസാധ്യതയുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചേലക്കരയിൽ വലിയ അത്ഭുതം സംഭവിക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയിലും വയനാട്ടിലും BJP നടത്തുന്ന മുന്നേറ്റം, ആ മുന്നേറ്റം ഇതിനു മുൻപുള്ള എല്ലാ കാലത്തേക്കാളും വളരെ ഗംഭീരമായിട്ടുള്ളതായിരിക്കും. എന്ത് ഫാക്ടർ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഗുണം ചെയ്യും, അത് ഗുണം ചെയ്തു എന്നാണ് ഞങ്ങളുടെ അനുഭവം. ആരെ ബാധിക്കുന്നതെന്ന് എനിക്കറിയില്ല. BJPയുടെ വോട്ടുകൾ വർദ്ധിക്കാൻ പല ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഘടകങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. എങ്ങനെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ ഫാക്ടർ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണം ചെയ്തോ മോശമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്താ അറിയോ, നിങ്ങൾ ഈ 20 മിനിറ്റ് സംസാരിക്കുന്നതിൽ ഒരു വാക്കെടുത്തിട്ട് അത് പ്രധാന വാർത്തയാക്കരുത്. നിങ്ങൾ സ്ഥിരം പണ്ടൊക്കെ ഈ മറ്റേ എന്താ ഈ തമാശ പരിപാടിക്ക് വേണ്ടിയായിരുന്നു, ഇപ്പോൾ അത് മെയിൻ ന്യൂസിലടക്കമാണ് ഉപയോഗിക്കുന്നത്.